അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മളെ വണ്ടി പ്രാന്തന്മാർക്കുള്ള ഒരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ, റിവ്യൂ ഒന്നല്ല. ഞാൻ വണ്ടി ഒന്ന് വാഷ് ചെയ്തപ്പം ചെറുതായിട്ടൊരു അറിവ് ഷെയർ ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി വണ്ടികൾ കാണുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ആർക്കും പാടില്ല, ഒരു ഡ്രൈവർമാർക്കും പാടില്ല, പ്രത്യേകിച്ച് വണ്ടി പ്രാന്തന്മാർക്ക്. ഓരോ വണ്ടിക്കും ഓരോ വർഷത്തിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും, അതിൻ്റെ ടെക്നോളജി വ്യത്യാസം ഉണ്ടാവും. ഓരോ വർഷത്തിനനുസരിച്ച് ചിലപ്പം ഗിയർ, ഇവിടെയുള്ള ഗിയർ ഇങ്ങോട്ട് മാറ്റുക, ഇവിടെയുള്ള ഗിയർ ഇങ്ങോട്ട് മാറ്റുക, ഹാൻഡ് ബ്രേക്ക് ഇങ്ങോട്ട് മാറ്റുക, താഴത്തേക്ക് മാറ്റുക, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2015 മോഡൽ റേഞ്ച് റോവറാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിലെ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വണ്ടി കഴുകിയിട്ട് ജസ്റ്റ് അത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാണ് ഒന്ന് പുഷ് ചെയ്ത്, ബ്രേക്ക് പുഷ് ചെയ്ത്, അത് ക്ലച്ചിന് പകരമായിട്ട് ബ്രേക്ക് രണ്ടും കൂടിയാണ് പുഷ് ചെയ്ത്, ഒന്ന് പുഷ് ബട്ടൺ ജസ്റ്റ് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് പുഷ് ചെയ്ത് സ്റ്റാർട്ടായി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ മേലേക്ക് ഗിയർ ലിവർ പൊന്തി വന്ന്. പിന്നെ അതിൻ്റെ ശേഷമുള്ളത് പാർക്കിംഗ് ആണ് എല്ലാവരും കൺഫ്യൂഷൻ ആള്. ഓരോ വണ്ടിക്ക് ലക്ഷറി വണ്ടികൾക്ക് അനുസരിച്ച് പല രീതിയിലായിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ടൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുക, വെപ്രാളപ്പെടരുത്. റിലാക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫങ്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഓരോ വണ്ടീൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് പവറും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വേണം ആക്സിലേറ്ററിന് നമ്മൾ ടച്ച് ചെയ്യാൻ. അല്ലാതെ മറ്റേ കാളവണ്ടി എടുക്കുന്ന മാതിരി എടുക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റേത് ഇപ്പോൾ ഞാൻ പാർക്കിങ്ങിലാണുള്ളത്. ഇപ്പം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഡി ഇട്ട് പതുക്കെ, നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ നോക്കുന്ന മാതിലുമാണ് ഈ ഗിയർ യൂസ് ചെയ്യണമെങ്കിൽ. അതേമാതിരി ഇത് ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി റിലീസ് ചെയ്യണമെങ്കിൽ താഴത്തിലേക്ക് പ്രസ് ചെയ്യുക. മേലേക്കാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ്. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് വണ്ടി ഫ്രണ്ടോട്ട് ഡി ഇട്ടിരിക്കുന്നു, ഫ്രണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്താൽ മതി. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് വരെ സ്റ്റാറിങ് കൺട്രോൾ ചെയ്യുക, അത്രയും സോഫ്റ്റാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചെറിയ റിവ്യൂ വണ്ടി ഭ്രാന്തന്മാർക്കുള്ളതാണ് ഇത് വണ്ടിൻ്റെ റിവ്യൂ അല്ല, ജസ്റ്റ് ഇതിൻ്റെ സിസ്റ്റം ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ വണ്ടി ഒന്ന് തുടയ്ക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും ബ്രേക്ക് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ബ്രേക്ക് പ്രസ് ചെയ്യാതെ ഒരു ഗിയർ മാറ്റരുത്. ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് പാർക്കിങ്ങിലിടുക, ഇട്ടതിന് ശേഷം ബട്ടൺ ഒന്ന് മേലെ വലിക്കുക. ഇത്രയുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ല? അത് ഓരോ വണ്ടിക്കും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും, അതിനനുസരിച്ച് മനസ്സിലാക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക വണ്ടിയിൽ, എന്നിട്ട് നോക്കാം കേട്ടോ. ഇനി ഇന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഒന്ന് ബ്രേക്കിൽ കാലമർത്തുക, പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി വണ്ടി കാണുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നൊന്നും പറഞ്ഞാണ്ട് ഒന്ന് പേടിച്ച് പോരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്.